السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയപ്പെട്ട ഒരു തുള്ളി വെളിച്ചം വാട്സപ്പ് പ്രോഗ്രാമിലെ പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുമായി സംവദിക്കാൻ തൗഫീഖ് നൽകിയിരിക്കുന്നു. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തസവ്വുഫിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിൻ്റെ കാര്യത്തിൽ അവനോടുള്ള ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അവയെ നമുക്ക് രണ്ട് തരത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ബാഹ്യകർമ്മങ്ങളോട് ബന്ധപ്പെടുന്നവയും ആന്തരിക കർമ്മങ്ങളോട് ബന്ധപ്പെടുന്നവയുമാണവ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ശരീരസംബന്ധിയായ കൽപ്പനകളും ഹൃദയ സംബന്ധിയായ കൽപ്പനകളും. ശാരീരിക കർമ്മങ്ങളിലെ വിധികൾ രണ്ട് വിഭാഗമാണ്, രണ്ട് തരത്തിലാണ്. ഒന്ന് കൽപ്പനകളും മറ്റേത് നിരോധനകളും. നിസ്കാരം, സകാത്ത്, ഹജ്ജ് തുടങ്ങിയവ അള്ളാഹുവിൻ്റെ അനുശാസനങ്ങളാണ്. അത് മനുഷ്യൻ നിർവഹിക്കേണ്ട അനിവാര്യമായ ഘടകമാണ്. അതുപോലെ വധം, വ്യഭിചാരം, മോഷണം, മദ്യപാനം മുതലായവ അവൻ്റെ നിരോധനങ്ങൾ, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമാണ്. ഹൃദയ സംബന്ധിയായ കർമ്മങ്ങളും രണ്ടു തരം തന്നെയാണ്. കൽപ്പനകളും നിരോധനങ്ങളും അള്ളാഹുവിലും മലക്കുകളിലും കിതാബുകളിലും മുർസലുകളിലുമുള്ള വിശ്വാസം, ആത്മാർത്ഥത, സംതൃപ്തി, സത്യസന്ധത, കാര്യങ്ങൾ അള്ളാഹുവിൽ പരമേൽക്കൽ തുടങ്ങിയവ ഉദാഹരണമായി നമുക്ക് പറയാം. ദൈവനിഷേധം, കപടവിശ്വാസം, അഹംഭാവം, അഹന്ത, ലോകമാന്യത, വഞ്ചന, ചതി, അസൂയ തുടങ്ങിയവ ഹൃദയ സംബന്ധിയായ നിരോധിക്കപ്പെട്ട കാര്യങ്ങളുമാണ്. രണ്ടാം വിഭാഗത്തിൽ പറഞ്ഞ ഹൃദയപരമായ ഈ വിലക്കപ്പെട്ട വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദ്യം പറഞ്ഞ വിഭാഗത്തേക്കാൾ അതിപ്രധാനമാണ്. എല്ലാം പ്രധാനപ്പെട്ടത് തന്നെ, എന്നിരുന്നാലും ബാഹ്യകർമ്മങ്ങളുടെ അടിത്തറയും അവയുടെ പ്രഭവ കേന്ദ്രവും ഹൃദയമാണ്. മനസ്സിൻ്റെ കർമ്മങ്ങളാണ്, ചിന്തകളാണ് ബാഹ്യപ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുന്നത്. അപ്പോൾ ഹൃദയം ദുഷിച്ചാൽ ബാഹ്യകർമ്മങ്ങൾ മുഴുക്കെ അലങ്കോലപ്പെട്ടു പോകുന്നതാണ്. ഇതാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്: തൻ്റെ നാഥനുമായുള്ള കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നവർ ആരുണ്ടോ അവൻ ഉത്തമ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളട്ടെ, തൻ്റെ റബ്ബിനു വേണ്ടിയുള്ള ആരാധനകളിൽ മറ്റൊരാളെയും അവൻ പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഇതാണ് പരിശുദ്ധ അൽ കഹ്ഫ് സൂറത്തിൽ അവസാന ഭാഗത്ത് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇക്കാരണത്താൽ ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ വിഷയത്തിലേക്ക് തൻ്റെ സഹാബത്തിനെ സജീവ ശ്രദ്ധ തിരിച്ചിരുന്നത്. ഹൃദയത്തിൻ്റെ രഹസ്യമായ രോഗങ്ങളിൽ നിന്നും ഗുപ്തമായ അനാരോഗ്യമായ അവസ്ഥകളിൽ നിന്നുമുള്ള ശമനം വഴിയും ഹൃദയ സംസ്കരണം മുഖേനയും മാത്രമേ മനുഷ്യന് നന്മ കൈവരിക്കാനാകൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് വിശദീകരിച്ചു കൊടുത്തിരുന്നു. അവിടുന്ന് ഇങ്ങനെ പഠിപ്പിക്കുകയുണ്ടായി: അറിയുക, മനുഷ്യ ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുക്കെ നന്നായി, അത് ദുഷിച്ചാൽ ശരീരം അസകലം ദുഷിച്ചു. അതത്തെ ഹൃദയം.
അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗത്തുൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. ഇതാണ് ഹൃദയത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യനെ അള്ളാഹു നിരീക്ഷിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് മാത്രമായിരിക്കും നോക്കുന്നതും എന്ന് ഹബീബ് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ രൂപഭാവങ്ങളിലേക്കോ അല്ല അള്ളാഹുവിൻ്റെ നോട്ടമുണ്ടാവുക, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കായിരിക്കും അവൻ്റെ ദർശനം. അതുകൊണ്ട് ഹൃദയ ശുദ്ധീകരണം നടത്തി, ഹൃദയ സംസ്കരണം നടത്തി അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.